എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. ഇന്നും മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ക്രൂഡ് ഓയിൽ വിലയിലെ വോളറ്റിലിറ്റി തന്നെയാണ് ഇന്ന് വില്ലനായത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ്സിന്റെ സെന്റിമെന്റ്സിനെ വളരെ ബാധിച്ചിട്ടുണ്ട്. ഇറാൻ എന്ന രാജ്യത്തിന്റെ ശത്രുക്കളുമായി ഷിപ്പിങ്ങിനുള്ള സുരക്ഷയും ഇന്ത്യയുടെ എനർജി സുരക്ഷയും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ 3 യോഗങ്ങളിൽ സംസാരിച്ചു എന്നുള്ളതാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. അതേസമയം ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കുകളിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കുമെന്ന് ഇറാൻ പറഞ്ഞതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലൊന്നും ഇന്ന് മാർക്കറ്റുകളെ ബാധിച്ചിട്ടില്ല. മാർക്കറ്റുകൾ താഴത്തേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. ഇന്ന് ഓട്ടോമോട്ടീവ് സെക്ടറുകൾ വളരെയധികം വീക്കായിക്കൊണ്ടിരുന്നു. കാരണം ഗ്യാസ് സപ്ലൈയിലെ നിയന്ത്രണങ്ങളും വ്യാപകമായ ക്ഷാമവും ഓട്ടോമോട്ടീവ് സെക്ടറുകളെ തളർത്തി. സെക്ടറൽ വൈസ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടതും നിഫ്റ്റി ഓട്ടോയാണ്. ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് എത്തിച്ചത് ഇൻഫ്ലേഷനെയും അതുപോലെ തന്നെ ഗ്യാസ് സപ്ലൈ നിയന്ത്രണങ്ങളെയും കുറിച്ചുള്ള ആശങ്കകളെ തീവ്രമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, റീയൂസേജ് എനർജി യൂട്ടിലിറ്റി സ്റ്റോക്കുകളിൽ സെലക്റ്റീവ് ബൈയിങ് പ്രഷർ ഉയർന്നു വന്നെങ്കിലും മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. നിയർ ടൈമിൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ആയ റിസ്ക് ഓഫ് സെന്റിമെന്റ്സും FISന്റെ കണ്ടിന്യൂ സെല്ലിങ്ങും നമ്മുടെ ഇന്ത്യൻ രൂപയെ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 227 പോയിന്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. 23,639 ക്ലോസ് ചെയ്തു. ഏകദേശം 1% ഡൗൺ ആണ് ഇന്ന്. അതുപോലെ സെൻസെക്സും 1% കൂടുതലാണ് ഡൗൺ ആയിരിക്കുന്നത്. 829 പോയിന്റാണ് 76,034 ക്ലോസ് ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും 1% കൂടുതൽ 1.25% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 634 പോയിന്റ് കുറഞ്ഞ് 55,100 എന്നുള്ള ലെവലിലും എത്തിയിരിക്കുന്നു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.37%, സ്മോൾ ക്യാപ്പ് 0.69% റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ഓട്ടോയാണ് ഏറ്റവും കൂടുതൽ ഡൗൺ സൈഡിലേക്ക് പോയത്. 3.19% ഇടിഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ നിഫ്റ്റി FMCGയും നിഫ്റ്റി റിയാലിറ്റിയും റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്ത ഒരു സെക്ടർ. നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ കോൾ ഇന്ത്യയാണ് നിന്ന് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയത്. 5.23% പോസിറ്റീവിലാണ്. NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ജിയോ ഫിനാൻഷ്യൽ തുടങ്ങി 12 സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിലാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുത്ത M&M ആണ് 4.32%. തുടർന്ന് ഏഷ്യർ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ബജാജ് ഫിനാൻസ്, അൾട്രാടെക് സിമന്റ് തുടങ്ങി 3.25% മുതൽ 4% വരെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 23,750, 23,850 എന്നുള്ള ഈ റെസിസ്റ്റൻസ് സോണിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് വരികയാണ് ചെയ്തത്. ഹയർ സൈഡിൽ സസ്റ്റെയിനായ സപ്ലൈയും അതുപോലെ തന്നെ ബൈയിങ് സൈഡിലുള്ള വീക്ക്നെസ്സും റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഒടുവിൽ ക്ലോസിംഗ് ബെല്ലിലൂടെ 23,600 സോണിലേക്ക് കൊണ്ടുവന്നു. ഇത് മാർക്കറ്റിൽ ഒരു ഷോർട്ട് ടൈം ബെയറിഷ് സ്ട്രക്ചറാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു തരത്തിൽ നിഫ്റ്റി നീങ്ങുകയാണെങ്കിൽ 23,000 എന്നുള്ള അല്ലെങ്കിൽ 23,200 എന്നുള്ള നെക്സ്റ്റ് സ്ട്രോങ് സപ്പോർട്ട് ലെവലിലേക്ക് വരാൻ ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ച തുടക്കത്തിൽ, അതിനിടയ്ക്ക് സാറ്റർഡേ സൺഡേ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇന്നലെ തന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ റെസിസ്റ്റൻസ് ആയിട്ട് 23,800, സപ്പോർട്ടായിട്ട് 23,700 പറഞ്ഞത്. 23,700 താഴെ വന്നിട്ടുണ്ട്. ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും നിഫ്റ്റിയിൽ എന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടത്തിൽ നമുക്ക് നാളെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് 23,560 താഴേക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ബൈ ചാൻസ് അപ്പ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ 23,700 മുകളിലും എൻട്രി എടുത്ത് പോകാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നലെ സപ്പോർട്ടായിട്ട് 55,270 പറഞ്ഞിരുന്നത്. 55,270 താഴെ ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിയിലും സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടത്തിൽ നമുക്ക് നാളെ 54,890 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി
പരീക്ഷിക്കാവുന്നതാണ്. അതേപോലെ അപ്സൈഡിലേക്ക് 55,240 മുകളിലും ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്ത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.